ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്സര എന്ന് പറയുന്നത് മികച്ചൊരു മത്സരാർത്ഥി തന്നെയായിരുന്നു. എന്നാൽ അപ്സര ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്താകാൻ കുറച്ച് കാരണങ്ങളുമുണ്ട്. ഈ പ്രാവശ്യം റീ എൻട്രി ആയി വന്നതിന് ശേഷവും അപ്സരയുടെ മുഖത്ത് ആ ഒരു പ്രശ്നങ്ങളും പരിഭവങ്ങളും ഉണ്ട്. ഗാർഡൻ ഏരിയയിൽ ഇരുന്നു കൊണ്ട് ജിൻഡോയും രതീഷും അപ്സരയോട് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അപ്സരയോട് പറയുന്ന കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്സരയോട് ചോദിക്കുന്നുണ്ട്, ഇതുപോലെ നിനക്കൊരു സ്വപ്നമായിരുന്നില്ലേ ഇതെന്ന്, ബിഗ് ബോസ് എന്ന് പറയുന്നത്. അപ്പോൾ അപ്സര പറയുന്നുണ്ട്, എൻ്റെ ഒരു സ്വപ്നം തന്നെയായിരുന്നു, എനിക്ക് കപ്പടിക്കണമെന്നൊന്നുമല്ല, എനിക്കൊരു 100 ദിവസമെങ്കിലും ഇവിടെ നിൽക്കണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമുണ്ടായിരുന്നു, എനിക്ക് കുറേ ലക്ഷ്യങ്ങളുണ്ടായിരുന്നു എന്നൊക്കെ ഈ അപ്സര പറയുന്നുണ്ട്. പറയുന്ന സമയത്തും ജിൻഡോ പറയുന്നൊരു കാര്യമുണ്ട്, നീ പോകാനുള്ള കാരണം എന്തെന്ന് നിനക്കറിയാമോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ പറയുന്നുണ്ട്, എനിക്ക് ചില കാര്യങ്ങളൊക്കെ അറിയാമെന്ന് അപ്സര പറയുമ്പോൾ വളരെ കൃത്യമായിട്ട് ജിൻഡോ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇവിടെ നീ ഇൻഡിവിജ്വലായിട്ട് കളിച്ച സമയത്ത് നീ നല്ല രീതിയിൽ കയറി വന്നുകൊണ്ടിരുന്നതാണ്, ടോപ്പ് 5 വരെ എത്തേണ്ട ആളാണ്. നീ ഇവിടെ 2 സ്ത്രീകളും 3 ആണുങ്ങളുമാണ് ടോപ്പ് 5 എത്തുന്നത് എന്ന് ഞാൻ വിചാരിച്ചിരുന്നു എന്ന് പറയുന്നു. അതിലൊരാൾ നീയാണ് എന്ന രീതിയിൽ ജിൻഡോ പറഞ്ഞു കൊടുക്കുന്നു. അതിനോടൊപ്പം രതീഷും പറയുന്നുണ്ട് കാര്യങ്ങൾ ഓരോന്നോരോന്നായിട്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഈ ഗ്രൂപ്പ് കളി വല്ലാണ്ട് നിന്നെ ബാധിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു കൊടുക്കുന്നു. അതോടൊപ്പം പറയുന്നത്, സ്റ്റോർ റൂമിൽ എന്തെങ്കിലും ഒരു സാധനം വന്നു കഴിഞ്ഞാൽ ഈ പിള്ളേർ ഈ സാറ്റ് കളിക്കുന്ന പോലെ പോയി എടുക്കുക, എന്നിട്ട് കട്ട് തിന്നുക, അത് ഒളിപ്പിച്ച് വെക്കുക, ഇതൊക്കെ നിങ്ങൾക്ക് വല്ലാണ്ട് ദോഷം ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നു. എന്നാൽ ഇവിടെ കട്ടതും മോഷ്ടിച്ചതുമായിട്ടുള്ള ആൾക്കാർ ഇവിടെ സേവ് ആകുകയും അവരുടെ കൂടെ നിന്നു എന്നുള്ള കുറ്റത്തിന് നിങ്ങൾ ഔട്ടാകുകയും ചെയ്തു എന്നാണ് ഇവിടെ അവർ പറഞ്ഞു കൊടുക്കുന്നത്. വളരെ കൃത്യമായി കാര്യങ്ങൾ അപ്സരയ്ക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ്. ഇവിടെ ഗ്രൂപ്പായിട്ട് നിന്നത് കൊണ്ട് എന്ത് പറ്റി, നിങ്ങളൊക്കെ പുറത്തുപോയി. സിജോ ടോപ്പ് 5 എത്തേണ്ട ആളാണ്, സിജോയ്ക്ക് എന്ത് പറ്റി? സിജോ ഒറ്റയ്ക്ക് കളിച്ചിരുന്നുവെങ്കിൽ ടോപ്പ് 5 ഇപ്പോൾ ഇവിടെ കാണേണ്ടേനെ. സിജോയും പോയി, ഗ്രൂപ്പിൽ പെട്ടുപോയി. സിജോയും അതുകൊണ്ടാണ് ഔട്ടായി പോയത്. ഗ്രൂപ്പിൽ പെട്ടുപോകുന്നത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ അബദ്ധങ്ങൾ പറ്റുന്നത്. അപ്പൊ ജിൻഡോ പറയുന്നൊരു കാര്യം, ഞാൻ നിന്റെ കൂടെ ഡാൻസ് കളിക്കും, നിന്റെ കൂടെ ഡാൻസ് കളിച്ചപ്പോൾ തന്നെയാണ് ഞാൻ ഒരു ലെവൽ വൈറലായത് തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഫുൾ ടൈം നിന്റെ കൂടെ ഇരുന്നോ? ഇല്ല, ഡാൻസ് കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞു, വിട്ടു മാറി, ആ സംഭവം മാറി. പിന്നെന്തുവാണ്, എന്നോട് വന്ന് ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും അല്ലെങ്കിൽ എന്നോട് ആൾക്കാർ പറയുമ്പോഴും ഞാൻ കേൾക്കും. ഞാൻ നല്ലൊരു ലിസണറാണ്, ഞാൻ കേൾക്കും. കേട്ടതിന് ശേഷം എനിക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം എടുക്കും, ഇല്ല എങ്കിൽ ഞാനത് വിട്ടുകളയും. എനിക്ക് എൻ്റേതായിട്ടുള്ള ഒരു കാര്യങ്ങളുണ്ട് അന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ ജിൻഡോ പറയുന്നത് തന്നെ. അത് അപ്സരയ്ക്ക് അപ്പോൾ തന്നെ മനസ്സിലാകുന്നതുമുണ്ട്. ഇവിടെ പലപ്പോഴും അപ്സര ഈ ഗ്രൂപ്പിൽ പെട്ടുകൊണ്ട് കളിച്ചതുകൊണ്ടാണ് ഗ്രൂപ്പിൽ കിടക്കുന്നവരൊക്കെ വിജയിച്ചു വരികയും അപ്സര അവിടെ തോക്കാനുള്ള ഒരു കാരണവും ഇത് തന്നെയാണ്. ഈ ഗ്രൂപ്പിൽ കളിച്ചവരെയൊക്കെ ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ജാസ്മിൻ വിജയിച്ചു, അർജുൻ വിജയിച്ചു, ബാക്കി എല്ലാവരും അടിച്ചടിച്ചടിച്ച് താത്തിട്ടുകൊണ്ടേയിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലായ പ്രേക്ഷകരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്സര നല്ലൊരു ഗെയിമർ ആയിരുന്നു, അടിപൊളിയായിട്ട് എല്ലാത്തിനും മുൻപിൽ നിന്ന് കളിക്കുന്ന ഒരു മത്സരാർത്ഥി തന്നെയായിരുന്നു. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.